ഹായ്, നമസ്കാരം. പിന്നെ എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ PSCIM അവതരിപ്പിക്കുന്ന ഒരു മെമ്മറി ട്രിക്ക് എന്ന് പറയുന്നത് വളരെയധികം രസമായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പൊ നമുക്ക് ഇന്നൊരു പെൺകുട്ടിയെ പരിചയപ്പെടാം. പെൺകുട്ടിയുടെ പേര് ഞാൻ പറയുന്നതിന് മുമ്പ്, പെൺകുട്ടി ഒരു ആംഗ്ലോ ഇന്ത്യൻ പെൺകുട്ടിയാണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ, നമ്മളപ്പോ ഒക്കെ പഠിച്ചിട്ടുണ്ട്, ആംഗ്ലോ ഇന്ത്യൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ടാകും. അപ്പൊ അവരുടെ പേര് ഒരു പ്രത്യേക ടൈപ്പ് പേരായിരിക്കും. അതുപോലൊരു പേരാണ് പരിചയപ്പെടാൻ പോകുന്നത്, അയന ജൂഡി. കേട്ടോ, പറഞ്ഞേ, അയന ജൂഡി എന്നാണ് പെൺകുട്ടിയുടെ പേര്. അപ്പൊ ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്ന വിഷയം ജിയോഗ്രഫിയാണ്. കേട്ടോ, ജിയോഗ്രഫിയിൽ ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് ഈ അയന ജൂഡി. അതായത് അയനാന്തം. എന്താണ് അയനാന്തം അല്ലെങ്കിൽ സോൾസ്റ്റൈസ് എന്ന് നമ്മൾ അറിയണം അല്ലെ? എന്താ അയനാന്തം നിങ്ങൾക്ക് അറിയോ? അയനാന്തം എന്താണ് നിങ്ങൾക്ക് അറിയാം അല്ലെ? അപ്പൊ എന്താ ഞാൻ എന്നാലും പറയാണ്, നിങ്ങൾക്ക് അറിയാന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ പറയാണേ. ഇത് നമ്മുടെ ഭൂമിയാണ്, ഇത് നമ്മുടെ സൂര്യനാണെന്ന് സങ്കല്പിക്കാം. ഇന്നലെ പറഞ്ഞ പോലെ തന്നെ സൂര്യനാണെന്ന് സങ്കല്പിക്കാം. നമുക്കറിയാലോ, ഭൂമി അത് സ്വയം ഭ്രമണം ചെയ്യുന്നുണ്ട്. അപ്പൊ ഭ്രമണം ചെയ്യുന്നത് ഒരേ തോതിലല്ല, ചിലപ്പോൾ എന്താണ് സ്ലൈറ്റ് വാരിയേഷൻസ് വരും. ആ വാരിയേഷൻസ് സംഭവിക്കുമ്പോൾ നമുക്കറിയാലോ, ഇത് ഇക്വേറ്റർ ആണ്, ഇത് നോർത്ത് പോള എന്താണ് നോർത്തേൺ ഹെമിസ്ഫിയർ ആണ്, ഇത് സദേൺ ഹെമിസ്ഫിയർ ആണ് അല്ലേ? ഓക്കെ, ഇത് എന്താ പറയാ, ഇത് ഉത്തരാർദ്ധഗോളവും ഇതെന്താണ് ദക്ഷിണാർദ്ധഗോളവുമാണ്. ഞാൻ പറഞ്ഞു ഭൂമി ഭ്രമണം ചെയ്യുന്നു. ആ ഭ്രമണം ചെയ്യുമ്പോൾ ഇതൊരു സ്ലൈറ്റ് വാരിയേഷൻ, ചിലപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ കറങ്ങിന്ന് വരാം, ചിലപ്പോൾ എന്താണ് കുറച്ച് സ്ലൈറ്റ് ആയിട്ട് ഇത് ഇങ്ങനെ കറങ്ങിന്നൊക്കെ വരാം. അപ്പൊ അങ്ങനെ ഈ ഭ്രമണം ചെയ്യുന്നതിന്റെ ആ വ്യത്യാസം അനുസരിച്ച് ലഭ്യമാകുന്ന, അതായത് ഈ ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും ലഭ്യമാകുന്ന സൂര്യപ്രകാശത്തിന്റെ അളവ് ചിലപ്പോ എന്ത് ചെയ്യും, വ്യത്യാസപ്പെടും. മനസ്സിലായോ? അപ്പൊ അതിന്റെ തൽഫലമായിട്ട് സംഭവിക്കുന്ന അത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചിലപ്പോൾ ഉത്തരാർദ്ധഗോളത്തില് പകലിന് ദൈർഘ്യം കൂടുതലായിരിക്കും. അതായത് നമുക്ക് തന്നെ തോന്നാറില്ലേ, ചിലപ്പോ 7 മണിയായാലും ചിലപ്പോ എന്താണ് സൂര്യൻ അസ്തമിക്കാത്ത പോലെ ഉണ്ടാവും. എന്നാലും ചിലപ്പോ 5 മണിയാകുമ്പോഴേക്കും ഭയങ്കര കൂരിരുട്ടായിട്ടുണ്ടാവും. അപ്പൊ ഇതൊക്കെ ഇതിൽ തമ്മിലുള്ളൊരു വ്യത്യാസമാണ്. അങ്ങനെ നമുക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്താണ്, ഈ സൂര്യപ്രകാശത്തിന്റെ ലഭ്യതയുടെ ആ തോതിന്റെ ഏറ്റക്കുറച്ചിലുകൾ കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. സത്യമാണ് നമ്മുടെ തോന്നലുകൾ കേട്ടോ. അപ്പൊ അതാണ് പറയുന്നത് അയനാന്തം എന്ന് പറയുന്നത്. ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ, എന്താണ് അയനാന്തം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം. അതിന്റെ ഒരു ഡെഫിനിഷൻ നമുക്കറിയണ്ടേ, അത് ശ്രദ്ധിക്കാം കേട്ടോ. ഞാനൊന്ന് ഇവിടെ എഴുതാണ്. രാത്രിയും പകലും തമ്മിലുള്ള ദൈർഘ്യ വ്യത്യാസം. മനസ്സിലാകുന്നുണ്ടോ? ദൈർഘ്യ വ്യത്യാസം കൂടുതലായി അനുഭവപ്പെടുന്ന ദിവസങ്ങളാണ് എന്തെന്ന് പറയുന്നത്, ദിവസങ്ങളാണെന്ന് പറയുന്നത് അയനാന്തങ്ങൾ അല്ലെങ്കിൽ സോൾസ്റ്റൈസ് എന്ന് പറയുന്നത്. അയനാന്തങ്ങൾ അല്ലെങ്കിൽ സോൾസ്റ്റൈസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, സോൾസ്റ്റൈസ് എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാ വന്നതെന്ന് മനസ്സിലായില്ലേ? ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതില് എന്താണ് നമുക്ക് തോന്നുന്ന ഏറ്റക്കുറച്ചിലുകൾ, അതായത് സൂര്യനിൽ നിന്ന് ലഭിക്കുന്ന സൂര്യപ്രകാശത്തിന്റെ ഏറ്റക്കുറച്ചിലുകളാണ് ഇങ്ങനെയുള്ള അയനാന്തം ഉണ്ടാകുന്നതിന് കാരണം. മനസ്സിലാകുന്നുണ്ടോ? ചിലപ്പോൾ ഉത്തരാർദ്ധഗോളത്തില് നമുക്ക് തോന്നും പകലിന് ദൈർഘ്യം കൂടുതലാണെങ്കിൽ ദക്ഷിണാർദ്ധഗോളത്തിൽ എന്തായിരിക്കും, പകലിന് ദൈർഘ്യം കുറവായിരിക്കും. അപ്പൊ ഇതേപോലെ തന്നെ രാത്രിയുടെ കാര്യത്തിലും സംഭവിക്കാം. അതൊക്കെ ഇങ്ങനെ സൂര്യപ്രകാശത്തിന് റൊട്ടേറ്റ് ചെയ്യുന്നതിൽ ഉണ്ടാകുന്ന ഒരു വ്യത്യാസമാണ്. മനസ്സിലായി? അപ്പൊ എന്താന്നും കൂടെ പറയാം. രാത്രിയും പകലും തമ്മിലുള്ള ദൈർഘ്യ വ്യത്യാസം കൂടുതലായിട്ട് അനുഭവപ്പെടുന്ന ദിവസങ്ങളെയാണ് അയനാന്തം അല്ലെ? അപ്പൊ നമുക്ക് തോന്നാറുണ്ട് ചില ദിവസങ്ങളിൽ, ഞാൻ പറയാറുണ്ട്, ചില ദിവസങ്ങളിൽ എനിക്ക് തോന്നും എന്താണ്, പെട്ടെന്ന് നേരെ ഇരുട്ടണ പോലെ തോന്നും അല്ലെ? ഒരു 5-5:30 ആകുമ്പോഴേക്കും ഭയങ്കര ഇരുട്ടണ പോലെ തോന്നും. എന്നാൽ ചില ദിവസങ്ങളിൽ 7 മണിക്ക് ആകുമ്പോൾ എന്താണ് സൂര്യൻ അസ്തമിക്കാത്ത പോലെ ഒരു പ്രതീതി ആയിരിക്കും. അപ്പൊ ഇതൊക്കെ എന്താണ്, ഈ അയനാന്തവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വസ്തുതകളാണ്. നമ്മുടെ തോന്നലുകളൊക്കെ സത്യമാണ്. ഇതെന്താണ്, ഭൂമിയുടെ റൊട്ടേഷനുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ടാകുന്ന ഫാക്റ്റാണ്. അപ്പൊ രാത്രിയും പകലും തമ്മിലുള്ള ദൈർഘ്യ വ്യത്യാസം കൂടുതലായിട്ട് അനുഭവപ്പെടുന്ന ദിവസങ്ങളാണ് അയനാന്തങ്ങൾ. ഓക്കെ അല്ലെ? ഇനി ഇത് PSCയുമായി ബന്ധപ്പെട്ട് ചോദ്യം വരാറുണ്ട്. കാരണം ഇത് 10ാം ക്ലാസ് ടെക്സ്റ്റിൽ പരാമർശിക്കുന്ന ഒരു ഏരിയയാണ് ഈ വിഷുവും അയനാന്തവും ഒക്കെ.
അപ്പൊ ഇതിന്റെ കോഡ് ഞാൻ പറഞ്ഞു, തുടക്കത്തിലേ പറഞ്ഞു നമ്മള് അയന ജൂഡി എന്ന് പറയുന്ന പെൺകുട്ടി കേട്ടോ. അപ്പൊ ഈ അയന ജൂഡി എന്ന് പറയുന്നതിൽ അയനാന്തം ഇത് സംഭവിക്കുന്നത് മാസത്തില് രണ്ട് ഡേറ്റിലാണ്. അയന ജൂഡി എന്ന് പറയുമ്പോൾ അയനാന്തമാണ്. ഓക്കെ ആണല്ലോ. ദെൻ ജൂണിലും സംഭവിക്കുന്നുണ്ട്, പിന്നെ ഡിസംബറിലും സംഭവിക്കുന്നുണ്ട് കേട്ടോ. ജൂണിലും സംഭവിക്കുന്നുണ്ട്, ഡിസംബറിലും സംഭവിക്കുന്നുണ്ട്. ആ ജൂണിന്റെ ജൂ എടുത്തു ഞാൻ, ഡിസംബറിന്റെ ഡി എടുത്തു. അങ്ങനെയാണ് അയന ജൂഡി ആയത്. ഇനി അത് ഏത് ഡേറ്റിലൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ വിഷുവങ്ങൾ സംഭവിക്കുന്നത് EMS അല്ലെ 21-23 എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ അയന ജൂഡിയിലെ സംഭവിക്കുന്നത് അയന ജൂഡി എന്ന് പറയുന്ന പെൺകുട്ടി കേട്ടോ. അത് വളരെ സിമ്പിളാണ്. 21-22 അയന ജൂഡി. അപ്പൊ അയനാന്തം സംഭവിക്കുന്നത് ജൂണില് 21-ാം തീയതി, ജൂൺ 21 പിന്നെ ഡിസംബർ 22-ാം തീയതിയുമാണ് കേട്ടോ. അപ്പൊ അയനാന്തങ്ങൾ സംഭവിക്കുന്നതൊക്കെയാണ് ജൂൺ 21, അതായത് ജൂഡിയിലെ ജൂൺ 21 പിന്നെ ഡിസംബറിലെ 22 ഓക്കെ അല്ലെ. അയന ജൂഡി 21, 22 എന്ന് പഠിക്കാം. എന്താണ് അയനാന്തം സംഭവിക്കുന്ന ഡേറ്റ്? എന്താണ് അയന ജൂഡി 21-22. ഓക്കെ അല്ലെ. ഈ ജൂൺ 21 വീണ്ടും നമ്മുടെ മലയാളത്തിൽ പറയാണ്. ജൂൺ 21 എന്ന് പറയുന്നത് കർക്കിടക അയനാന്തം എന്ന് പറയുന്നു. കർക്കിടക അയനാന്തം കേട്ടോ, അല്ലെങ്കിൽ സമ്മർ സോൾസ്റ്റൈസ് എന്ന് പറയുന്നു. കർക്കിടക അയനാന്തം എഴുതി വെക്കണം കേട്ടോ. കർക്കിടക അയനാന്തം. തന്നെ പിന്നെന്താണ് ഡിസംബർ 22. ഡിസംബർ 22 മകര അയനാന്തം എന്ന് പറയുന്നു. മകര അയനാന്തം എന്ന് പറയുന്നു. ഓക്കെ ആണല്ലോ. അതായത് വിന്റർ സോൾസ്റ്റൈസ് എന്ന് പറയുന്നു. അപ്പൊ അയനാന്തം എന്താന്ന് ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക്? എന്താണ് അയനാന്തം എന്ന് പറയുന്ന കോഡ്? അയന ജൂഡി 21-22. അതായത് ജൂൺ 21 എന്താണ്? കർക്കിടക അയനാന്തമാണ്. ഡിസംബർ 22 എന്ന് പറയുന്നത് മകര അയനാന്തമാണ്. ഡിസംബർ ഒക്കെ ആകുമ്പോൾ ഏകദേശം ഭയങ്കര തണുപ്പല്ല. ഡിസംബർ ജനുവരി മകരമാസമൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയം അത് മകര അയനാന്തമാണ്. മറ്റേതെന്താണ്? കർക്കിടക അയനാന്തമാണ്. കർക്കിടകം മഴക്കാലൊക്കെയാണ്, പണിക്കൊന്നും പോകാൻ പറ്റില്ല അല്ലെ, ഭയങ്കര കഷ്ടപ്പാടും പട്ടിണിയൊക്കെയാണ്. അപ്പൊ ആ സമയം, അതായത് ജൂൺ 21 എന്ന് പറയുന്നത് കർക്കിടക അയനാന്തവും ഡിസംബർ 22 എന്ന് പറയുന്നത് എന്താണ്? മകര അയനാന്തവും കേട്ടോ. അപ്പൊ ഇത് പഠിക്കുക. അയന ജൂഡി 21-22. അപ്പൊ വീണ്ടും PSC കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ഓക്കെ, താങ്ക് യു.